ഈ കാണേണ്ട വീട്ടിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് ഇതാണ്, ആ വീടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലെ സീറ്റുണ്ട്, ആസ്പെഡോ സീറ്റുണ്ട്. അപ്പോൾ ആസ്പെഡോ സീറ്റ് ശരീരക്ക് ഹാനികരമാണ്. അപ്പോൾ നമ്മൾ ആസ്പെഡോ സീറ്റ് മാറ്റിയിട്ട് അലുമിനിയം സീറ്റ് ഇട്ട് കൊടുക്കാം. അവരോട് നന്ദി പറഞ്ഞാലും തീരൂല, ഇത്രയ്ക്കാണ് ആ ഒരു ഉപകാരം ചെയ്യുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിലാണ്. കോവിലിനോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. അന്നേരം എറണാകുളത്തുള്ള ജെയിൻ ചേട്ടനെ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും. കാരണം ഞാൻ നിരവധി പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിയാണ്. അതുമാത്രമല്ല ജെയിൻ ഫൗണ്ടേഷൻ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വലിയ പരിപാടികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് തീർച്ചയായിട്ടും ജെയിൻ ചേട്ടൻ ഇവിടെ വന്ന് എന്തിനാണെന്നറിയാം. അച്ചൻകോവിൽ എറണാകുളത്ത് കിടന്ന് ജെയിൻ ചേട്ടൻ അച്ചൻകോവിൽ വന്ന്. ജെയിൻ ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ജെയിൻ ചേട്ടൻ ഇത് വൈഫ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ഇന്ന് അച്ചൻകോവിൽ വരാനുള്ള കാരണം വെച്ചാൽ നമ്മൾ പത്ര മാധ്യമത്തിലെ അച്ചൻകോവിൽ ആദിവാസി കോളനിയിലെ ഒരു സ്ത്രീ പോഷകാഹാരം കുറവ് കാരണം അവർക്ക് കുട്ടികൾക്ക് പാൽ കൂട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി, ആശുപത്രിയിലേക്കായി. നമ്മുടെ ഇരട്ട പ്രസവമായിരുന്നു, അവരുടെ തൂക്കം കുറവായിരുന്നു. ഇങ്ങനത്തെ ഒരു വാർത്ത കണ്ടപ്പോൾ അവർക്ക് പോഷകാഹാരത്തിന് ഒരു 25,000 സഹായിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ കൊല്ലം വന്നു. അപ്പോൾ മനസ്സിലായി ഇവർ ബന്ധു വീട്ടിലെ താമസിക്കുന്നതാണ്, ഇവർക്ക് സ്വന്തം വീടില്ല, ചെറിയ 2 കുഞ്ഞുങ്ങളാണ്, ഇവരുടെ ആരോഗ്യം പ്രശ്നമാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല, ഭർത്താവിനും ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം 2 കുട്ടികൾക്ക് നോക്കണമെങ്കിൽ 2 പേര് വീട്ടിൽ വേണം. അപ്പോൾ ഇവർക്ക് ആ പരിസരത്തിൽ തന്നെ ഈ ആദിവാസി കോളനിയിലെ സമീപം വേറെ ആൾക്കാരുടെ കൂട്ടായ്മത്തോടെ ജീവിക്കാൻ വേണ്ടി അവിടെ ഒരു കൊച്ചു വീട് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ വന്ന് ഇവിടുത്തെ ആൾക്കാരും മെമ്പർമാരും പിന്നെ ഇവിടുത്തെ മറ്റേ ടെമ്പിളിൻ്റെ സെക്രട്ടറി ഇവരോടൊക്കെ സംസാരിച്ച് പിന്നെ ചാനൽക്കാരോട് സംസാരിച്ചിട്ട് അവർ ഇവിടെ 3-4 വീടൊക്കെ 2-3 വീടൊക്കെ നമ്മളോട് കാണിച്ചു കൊടുക്കാൻ കാണിച്ചു. അപ്പോൾ അതിലെ അവരുടെ വീട്ടുകാർക്ക് ബന്ധുക്കാരും വന്ന് ഇപ്പോൾ കുട്ടികൾ പനിക്കാരൻ ആസ്പത്രിയിലാണ് അവരുടെ ഫാമിലി. അപ്പോൾ അവരുടെ ബന്ധുക്കാർ അവരുടെ സിസ്റ്റർ എല്ലാവരും വന്ന് നോക്കി അതിന് ഒരു വീട് അവർക്ക് ഇഷ്ടപ്പെട്ട് ആ വീട്ടിലെ മുകളിലെ ആസ്പെഡോ സീറ്റാണ്. അപ്പോൾ ആസ്പെഡോ സീറ്റ് എല്ലാവർക്കും ഹാനികരമാണ്. സ്ഥിതിക്ക് ചൂടും കൂടുതലെടുക്കും, പിന്നെ അത് ക്യാൻസറിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ കൂടിയാണ്. ആ സ്ഥിതിക്ക് പിന്നെ കേരളയിലെ ഇന്ത്യയിലെ സ്കൂളിലെ മേൽക്കൂരിലെ ആസ്പെഡോസ് കേസ് കൊടുത്ത് മാറ്റിയ ആളും കൂടിയാണ് ഞാൻ. ആയത് സ്ഥിതിക്ക് ഇവർക്ക് ഞാൻ പറഞ്ഞ ആസ്പെഡോസ് എല്ലാം മാറ്റി കൊടുക്കാം. അതിന് പകരം ചൂട് കേൾക്കാത്ത അലുമിനിയം സീറ്റൊക്കെ പിടിപ്പിച്ചിട്ട് ഒരാഴ്ചത്തിനുടനെ വീട് കൈമാറാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിലവിൽ ഒരു പുകമറ ഉണ്ടാക്കി പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ വാക്ക് മതി. ആ ആസ്പെറ്റോസുള്ളൊരു വീട് വാങ്ങിച്ചു കൊടുത്താൽ മതി യഥാർത്ഥത്തിൽ. പക്ഷെ അതല്ല വേണ്ടത്. അവർക്ക് ഭാവിയിലും ഒരു ദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ ആസ്പെറ്റോസ് ശരീരത്തിന് കേടാണെന്ന് പറയുന്നത് കൊണ്ടാണ് അത് മാറ്റി എന്നിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ളൂ. മെയിൻ്റെനൻസ് ചെയ്യില്ല, വീട്ടിലെ സാധാരണ ഹൗസിലെ മെയിൻ്റെനൻസ് ചെയ്യും. അവർക്ക് ഹൗസിലെ ചില ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. 2 കുട്ടികളാകുമ്പോൾ അതിൻ്റെതായ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ മാറ്റി ഒരു മിനിമം ആവശ്യമൊക്കെ അവരെ കൈയോടെ ഏൽപ്പിച്ചിട്ട് കൈമാറും. തീർച്ചയായിട്ടും ഒരു വലിയ മനസ്സിനുടമയാണ്. തീർച്ചയായിട്ടും പറഞ്ഞ വാക്കുകളില്ല. പക്ഷേ ഇതേപോലുള്ള മനുഷ്യർ ഇനിയും ഉണ്ടാവട്ടെ. അതേപോലെ ജെയിൻ ചേട്ടന് വീണ്ടും മുകേഷ് ജെയിൻ അല്ലേ, മുകേഷ് ജെയിൻ ചേട്ടന് തീർച്ചയായിട്ടും ഇനി ഇതേപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അതിനുള്ള സാമ്പത്തികവും ദൈവം സഹായവും ചെയ്യട്ടെ. അതേപോലെ ഫാമിലി ഉണ്ട്. ഒരു ഫാമിലിയായിട്ട് ഇവിടെ വന്ന് രാവിലെ 6 മണിക്ക് 6 മണിക്ക് പുറപ്പെട്ട് ഈ സമയത്താണ് ഇവിടെ എത്തിയത്. അതിനാൽ തീർച്ചയായിട്ടും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ജെയിൻ ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ആ ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു. സന്തോഷം എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത്തരത്തിലൊരു വാർത്ത മുലപ്പാൽ ഇല്ലാത്തതിൻ്റെ കാരണത്താൽ കുഞ്ഞുങ്ങൾക്ക് പട്ടിണിയുടെ അവസ്ഥയിലായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് താങ്കളെപ്പോലുള്ള മനുഷ്യസ്നേഹികൾ വന്ന് ഇത്തരത്തിലൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത്. ഈ ഇടത്തിൽ മൊത്തം മലയാളികൾ എല്ലാവർക്കും പല നമ്മുടെ ദുരന്തം വരുമ്പോഴും പിന്നെ വെള്ളപ്പൊക്കം വരുമ്പോഴും അങ്ങനത്തെ സഹായത്തിൽ എല്ലാവരും പരസ്പരം സഹായിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്കൊരു അവസരം കിട്ടി. ഒരു പോഷകാഹാരം കുറവായതുകൊണ്ട് ഒരു സ്ത്രീക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്ന് അപ്പോൾ അവർക്ക് ഉടനെ നമ്മൾ ഒരു 25,000 പോഷകാഹാരത്തിനെ സഹായിച്ചു. അതിനൊപ്പം ഒരു കുഞ്ഞു വീട് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി അവരുടെ പരിസരത്തിൽ തന്നെ സാധിച്ചു. അത് വളരെ സന്തോഷമായി മാറിയിരിക്കാൻ നോക്കും. നിങ്ങൾ ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതാണ് നിങ്ങളുടെ ഏത് സംഘടനയാണ്? ജെയിൻ ഫൗണ്ടേഷൻ നമ്മുടെ ഹോം ഫൗണ്ടേഷനാണ്. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയുള്ള ഫൗണ്ടേഷനാണ്. 6000-ഓളം പക്ഷികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അങ്ങനെയുണ്ടല്ലേ? പിന്നെ പുസ്തകഭാര ലഘൂകരണ പദ്ധതി കേരളത്തിൽ ആദ്യം നടപ്പാക്കിയതിനു ശേഷം
CBSE-യിലും കൂടെ നടപ്പാക്കി. 13 കൊല്ലം അദ്ദേഹം ഹൈക്കോടതി കീഴടങ്ങിയിട്ടാണ് അത് നടപ്പാക്കിയത്. അപ്പോൾ ഈ ഒരു വീട് മാത്രമേ കണ്ടുള്ളൂ അതോ വേറെ വീടുകൾ കണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ 1-2 വീട് കണ്ട്. അപ്പോൾ വേറെ വീട് വളരെ മുകളിലാണ്. അവിടെ റോഡ് സൗകര്യം വളരെ കുറവാണ്, ദൂരെയാണ്. ജനവാസത്തിനെക്കാട്ടി കുറച്ചും കൂടി ദൂരമായിട്ട് തോന്നുന്നു. ഇവർക്ക് 2 ചെറിയ കുഞ്ഞുങ്ങളായിരുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കണം, പരസ്പരമായിട്ട് താമസിക്കണം, സഹായ സഹകരണമുള്ള ആ ഏരിയയിലാണ് നമ്മൾ വീട് പാസ്സാക്കിയത്. അപ്പോൾ നമ്മൾ ഇവർക്ക് കാണിച്ചു കൊടുത്ത് ഏത് വീടാണ് ഇഷ്ടമെന്ന്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ഉടനെ താക്കോൽ കൈമാറാൻ വേണ്ടിയുള്ള ഒരു സ്പീഡപ്പിലൊക്കെ ആക്കിയിരുന്നു. നമ്മുടെ ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടം. അവരുടെ ഇഷ്ടത്തിൽ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും. പരിസരം നമുക്ക് അറിയില്ലല്ലോ, അവരുടെ ഇഷ്ടവും അവരുടെ സ്ഥലത്തിൽ ആ പരിസരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള വീട് കാണിച്ചു കൊടുക്കും. അവർക്ക് വളരെ സന്തോഷമായി. പിന്നെ മുകളിൽ ആസ്പിഡോസ് ഉണ്ട്. ആ ആസ്പിഡോസ് പാടില്ല, അത് ചൂട് വർദ്ധിക്കും, പിന്നെ ശാരീരികം ബുദ്ധിമുട്ട് ചെയ്യും. അപ്പോൾ ആസ്പിഡോസ് മാറ്റിയിട്ട് ചൂട് കുറവ് ആവാൻ വേണ്ടി അലുമിനിയം ഷീറ്റ് ഇട്ടിട്ട് ആ മേൽക്കൂര അതൊക്കെ ആക്കി കൊടുക്കും, അതൊക്കെ ചെയ്തു കൊടുക്കും. ഈ ചാരിറ്റബിൾ ചെയ്ത ഈ നല്ല പ്രവർത്തിക്ക് എനിക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട്. എൻ്റെ ഗ്രാമമായ ചെമ്പനരി ഗ്രാമത്തിൽപ്പെട്ട മുള്ളുമലയിൽപ്പെട്ട ഒരു കുടുംബത്തിന് ഇങ്ങനൊരു നല്ല കാര്യം ചെയ്ത ഈ ട്രസ്റ്റുകാർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും ആയുസ്സും എല്ലാം അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നല്ല ഒരു സംഭവമാണ് ഇപ്പം അവർ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ജെയിൻ ഫൗണ്ടേഷൻ എന്നുള്ള ഹോം ഫൗണ്ടേഷൻ ടീം അവരൊരു ടീം തന്നെ വന്ന് ആ വീട് കാണുകയും 2-3 വീടുകൾ, ഒരു വീടല്ല 2-3 വീടുകൾ കാണുകയും അതിൽ ഏറ്റവും നല്ല വീട് നോക്കി ഈ പോഷകാഹാരക്കുറവ് കാരണം കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരക്കുറവ് കാരണം ഈ ഹോസ്പിറ്റലിൽ എത്തുവാൻ താമസിച്ചതിൻ്റെ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാർത്ത കണ്ടുവന്ന ഒരു ചാരിറ്റിയാണ് ജെയിൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അവർ ഹോസ്പിറ്റലിൽ വന്ന് തന്നെ 25,000 രൂപ ആ കുട്ടിക്ക് കൊടുക്കുകയും അതിൻ്റെ അഞ്ജു എന്ന മാതാവിൻ്റെ കൈ കൊടുക്കുകയും ചെയ്തു. കുടുംബത്തിന് ഇഷ്ടപ്പെട്ട ഈ അഞ്ജുവിൻ്റെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ട വീട് തന്നെ കൊടുക്കുവാൻ അവർക്ക് കാരുണ്യം കാണിച്ച ആ ജെയിൻ ഫൗണ്ടേഷന് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. കാരണം അത്രയ്ക്കും നല്ലൊരു പ്രവൃത്തിയാണ് ആ ചാരിറ്റി ഈ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ലവർക്ക് ഇനിയും ആയുസ് കൊടുക്കട്ടെ എന്നാണ്, ഇങ്ങനെയുള്ള ഫൗണ്ടേഷനുകൾ ഇനിയും മുമ്പോട്ട് വരട്ടെ എന്നാണ് ഈ കൂട്ടത്തിൽ പറയാനുള്ളത്. പിന്നെ നല്ലൊരു വീടാണ് കണ്ടത്, അനിയത്തിക്ക് വേണ്ടി കണ്ടത്. നല്ല നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട വീട്, പിന്നെ നല്ല വീടൊക്കെ നല്ലത് തന്നെ. അവരത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചൊക്കെയാണ് കഴിഞ്ഞത്. വേറെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നിങ്ങളുടെ ആർക്ക്? എൻ്റെ അനിയത്തിയാണ് അവള്. സന്തോഷമുണ്ട് വീടൊക്കെ കിട്ടിയത്. വീട് കണ്ട് ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ ഇഷ്ടപ്പെട്ടു.